ഞാനൊക്കെ ഏറ്റവും ചീത്ത കേൾക്കുന്ന കാര്യങ്ങളിലൊന്ന് സവാദിനെ നീയൊക്കെ ന്യായീകരിച്ചില്ലേ എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞ സവാദിന്റെ ഒരു ചർച്ചയ്ക്ക് ഞാൻ ഇരുന്നിട്ടില്ല. സവാദ് രണ്ടാമത്തെ കേസിൽ പിടിക്കപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ ഉണ്ടായപ്പോ ആദ്യ കേസിൽ സവാദിന്റെ ദുരനുഭവം നേരിടുന്ന മസ്താനിയെ ഞാൻ വിളിച്ച് ക്ഷമ പറയുകയുണ്ടായി. എന്നിട്ട് മസ്താനിയോട് പറഞ്ഞു, ആദ്യ കേസിൽ മസ്താനിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിലാണ് എനിക്ക് ക്ഷമ പറയാനുള്ളത്. ഞങ്ങളൊക്കെ വളരെ മോഡറേറ്റ് ആയി മിതത്വത്തോടുകൂടി പറയുന്ന ഓരോ വാക്കുകൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ വളരെ അടുത്ത സുഹൃത്തും ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളുമാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. ശ്രീ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നിറങ്ങിയപ്പോ അദ്ദേഹത്തിന് പടക്കം പൊട്ടിക്കാനും മറ്റേ ലഡ്ഡു കൊടുക്കാനും ഒക്കെ പോകുന്നത് കോടതിയോടുള്ള അവഹേളനം കൂടിയാണ്. ഇതിന്റെ കാര്യം ഇത് ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കണം എന്നുള്ളതല്ല പുരുഷാവകാശ പ്രവർത്തനം. ഞങ്ങളുടെ പുരുഷാവകാശ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ സ്ത്രീപക്ഷവാദികളുടെ കുരു പൊട്ടിക്കുക, അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അത് ഈ ഓവർ റിയാക്ഷനാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരു ഓളം ഉണ്ടാക്കാനോ ഓവർ റിയാക്ഷൻ ഉണ്ടാക്കാനോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ വളരെ ആലോചിച്ചാണ്. അപ്പൊ കേരള സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരും ഈ KSRTCയിലെ സ്ത്രീജനങ്ങളുടെ യാത്രയുടെ കാര്യം ശരിയാക്കാൻ. അത് ശ്രീ CP ജോണും ശ്രീ VD സതീശനും കൂടെ കണ്ടെത്തിക്കോളും. നമുക്ക് അതിനോടൊന്നും അല്ലല്ലോ വിയോജിപ്പുള്ളത്. എന്നാൽ പുരുഷനും കൂടി ഏതെങ്കിലും രീതിയിൽ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും കൊടുക്കണം. ഉദാഹരണം പ്രായമായ പുരുഷന്മാർക്ക് എന്ന് പറയുന്ന ക്രിയേറ്റീവായ പോസിറ്റീവായ സർഗാത്മകമായ സമീപനങ്ങളോ ഫീഡ്ബാക്കോ ക്രിറ്റിസിസത്തിനോ അധികമായിട്ട് ചില ആൾക്കാരെങ്കിലും, അതായത് ബസ്സുകളുടെ ഫ്രണ്ടിൽ തടയുമെന്നും ബസ്സുകളിൽ നിയമം വിരുദ്ധം ബസ്സുകളിൽ പുരുഷന്മാർ ഫ്രീ ആയിട്ട് കയറി യാത്ര ചെയ്യണമെന്നും എന്നൊക്കെ പറയുന്നത് നിയമത്തോടുള്ള അവഹേളനമാണ്, KSRTCയോടുള്ള അവഹേളനമാണ്. പാവപ്പെട്ട ഏതെങ്കിലും ഒരു കണ്ടക്ടർ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ആ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഗതികേടിലേക്ക് വരും.